ഗുഡ് മോർണിംഗ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള VHSC വിഭാഗത്തിലെ NSQF ഡിസ്ട്രിബ്യൂഷൻ ലൈൻമാൻ കോഴ്സിലെ 2ാം വർഷ വിദ്യാർത്ഥികളെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ വൊക്കേഷണൽ സ്കില്ലിലെ ബേസിക് ഇലക്ട്രിസിറ്റി 2 എന്ന യൂണിറ്റിലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ലേണിംഗ് ഔട്ട്കം എന്നാൽ എന്ത്? ഈ പാഠഭാഗം കഴിയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ്. 1. വാട്ട് ഈസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നാൽ എന്താണ്? 2. ഹൗ ടു ചൂസ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ വേരിയബിൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി? വ്യത്യസ്ത ഇലക്ട്രിക്കൽ അളവുകൾക്കായുള്ള ഉചിതമായ ഉപകരണം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? 3. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? വിവിധ തരം അളവ് ഉപകരണങ്ങൾ ഏതെല്ലാം? 4. ഹൗ ടു ഐഡൻറ്റിഫൈ ഈച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്? അളവ് ഉപകരണങ്ങളെ കണ്ടാൽ തിരിച്ചറിയുന്നത് എങ്ങനെ? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ the instruments used to measure electrical quantity. ഇലക്ട്രിക്കൽ അളവുകളെ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദ വേരിയസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ. കഴിഞ്ഞ സെഷനിൽ പ്രതിപാദിച്ച ഇലക്ട്രിക്കൽ വേരിയബിൾസ് ഓർത്തെടുക്കാം. 1. കറൻറ്റ്. 2. വോൾട്ടേജ്. 3. പവർ. 4. പവർ ഫാക്ടർ. 5. എനർജി. 6. റെസിസ്റ്റൻസ്. 7. ഫ്രീക്വൻസി. വേരിയസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവിടെ നമ്മൾ വ്യത്യസ്ത തരം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും അവയുടെ ഉപയോഗവും സർക്യൂട്ടിൽ സൂചിപ്പിക്കുന്ന ചിഹ്നത്തെയും പരിചയപ്പെടാം. 1. galvanometer, used to deter the presence of current or voltage in a circuit. ഒരു സർക്യൂട്ടിലെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് ഒരു സൂചി. 2. അമ്മീറ്റർ, ടു മെഷർ ദ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് അളക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് ക്യാപിറ്റൽ A എന്നെഴുതിയിരിക്കുന്നു. 3. വോൾട്ട് മീറ്റർ, ടു മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. സർക്യൂട്ടിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള വോൾട്ടത അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു സർക്കിളിനകത്ത് ക്യാപിറ്റൽ V എന്നെഴുതിയിരിക്കുന്നു. 4. ഓം മീറ്റർ, ടു മെഷർ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. 2 ബിന്ദുക്കൾക്കിടയിലെ പ്രതിരോധം അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് ഗ്രീക്ക് അക്ഷരത്തിൽ ഓം എന്നെഴുതിയിരിക്കുന്നു. 5. വാട്ട് മീറ്റർ, ടു മെഷർ ദ പവർ കൺസ്യൂംഡ് ബൈ ദ ലോഡ്. സർക്യൂട്ടിൽ കണക്ഷൻ ചെയ്തിട്ടുള്ള ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവറിനെ അളക്കുവാൻ ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് ക്യാപിറ്റൽ W എന്നെഴുതിയിരിക്കുന്നു. 6. എനർജി മീറ്റർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ മീറ്റർ, ടു മെഷർ ദ എനർജി. സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് കൺസ്യൂം ചെയ്യുന്ന ഊർജം അളക്കുവാൻ ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് KWH എന്നെഴുതിയിരിക്കുന്നു. ഇതിനകത്ത് Kയും Hയും ചെറിയ അക്ഷരവും W വലിയ അക്ഷരത്തിലുമായിരിക്കും. 7. പവർ ഫാക്ടർ മീറ്റർ, used to measure the power factor of the load connector. കണക്ട് ചെയ്തിട്ടുള്ള ലോഡിൻ്റെ പവർ ഫാക്ടർ അളക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ചിഹ്നം ഒരു വൃത്തത്തിനകത്ത് cos phi എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. 8. മാക്സിമം ലോ ഡിമാൻഡ് ഇൻഡിക്കേറ്റർ, ടു മെഷർ ദ മാക്സിമം ഡിമാൻഡ് ഇൻ എ ഡേ. ഒരു ദിവസത്തിനകത്ത് ഏറ്റവും കൂടുതൽ ലോഡിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ തരംതിരിക്കൽ.
മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്, രണ്ട് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് എന്നാൽ ലബോറട്ടറികളിൽ മറ്റു ഇൻസ്ട്രുമെൻസിനെ കാലിബ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണിവ. രണ്ട് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സാണ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിന് വീണ്ടും മൂന്നായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, രണ്ട് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, മൂന്ന് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാൽ അളവുകൾ കാണാനായി ഉപയോഗിക്കുന്നവ. ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാൽ ഒരു പ്രത്യേക കാലയളവിൽ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന എനർജി അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഉദാഹരണത്തിനായി കിലോ വാട്ട് അവർ മീറ്റർ. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാൽ അളവുകളെ റെക്കോർഡ് ചെയ്യുന്ന മീറ്ററുകളാണ്. ഇതിനോടുകൂടി മെമ്മറി കാർഡ്, പെൻ, പേപ്പർ മുതലായവ ഉപയോഗിക്കുന്നു. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. These instruments measure the value at any instant. They are generally provided with dial and pointer in analog type meters. ഒന്ന് ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു പ്രത്യേക സമയത്തെ അളവിനെ കാണിക്കുവാൻ ഉപയോഗിക്കുന്നു. രണ്ട് സാധാരണയായി ഇത്തരം അനലോഗ് ഉപകരണങ്ങളിൽ ഒരു ഡയലും പോയിൻ്ററും ഉണ്ടായിരിക്കും. മൂന്ന് they are further classified into moving coil and moving iron instruments. ഇവയെ പ്രവർത്തനാടിസ്ഥാനത്തിൽ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്നും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ എന്നിവ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ മീറ്റേഴ്സ്. മൂവിംഗ് കോയിൽ മീറ്റർ എന്നും മൂവിംഗ് അയൺ മീറ്റർ എന്നും മീറ്ററുകളെ രണ്ടാക്കി തരംതിരിച്ചിരിക്കുന്നു. ഇവയെ തിരിച്ചറിയുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ആദ്യം മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഒന്ന് ദ സ്കെയിൽ ഈസ് യൂണിഫോം. അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് തുല്യ അകലത്തിലായിരിക്കും. രണ്ട് യൂസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡി സി. ഡി സി മാത്രം അളക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മൂന്ന് ദ മീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഹോഴ്സ് ഷൂ സൈൻ. ഡയലിൽ ഹോഴ്സ് ഷൂവിൻ്റെ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നിട്ടുള്ള ചിത്രത്തിൽ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ദ സ്കെയിൽ യൂണിഫോമായ സ്കെയിലാണ്. ഒരു മീറ്റർ നീഡിൽ അതിനകത്ത് കാണാൻ കഴിയും. മൂന്നാമത് മീറ്ററിൻ്റെ ഇടതുഭാഗത്ത് താഴെ ഹോഴ്സ് ഷൂയുടെ ചിഹ്നം ഉണ്ട്. തൊട്ട് അടുത്ത് കാണുന്ന ചിഹ്നം അത് ഡി സി മാത്രം അളക്കാൻ ഉപയോഗിക്കുന്നു എന്നും കാണാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്കിതൊരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകതകൾ: ഒന്ന് നോൺ യൂണിഫോം സ്കെയിൽ. അളവുകൾ തുല്യ അകലത്തിലല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ട് യൂസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ബോത്ത് എ സി ആൻഡ് ഡി സി. എ സിയും ഡി സിയും അളക്കുവാൻ ഉപയോഗിക്കുന്നു. ദ മീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഈ മീറ്ററെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ചിഹ്നം കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ്. ചിത്രം നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഇതൊരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന്. ഇതിനകത്ത് ഒന്നാമതായി ഒരു സ്കെയിൽ യൂണിഫോം അല്ല. 0 നിന്നും 200, 300 ശേഷം ഈ സ്കെയിൽ ഇടുങ്ങിയിരിക്കുന്നതായി കാണാവുന്നതാണ്. രണ്ടാമത്തത് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചിട്ടുള്ള ചിഹ്നം നമ്മൾക്ക് ഇടതുഭാഗത്ത്, വോൾട്ട്മീറ്ററിൻ്റെ ഇടതുഭാഗത്ത് താഴെ കാണാവുന്നതാണ്. അതിന് തൊട്ട് തന്നെ എ സി
കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇത് എ സിയും ഡി സിയും അളക്കുവാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. Based on the use, the meters are classified into. ഉപയോഗങ്ങൾക്കനുസരിച്ച് മീറ്ററുകളെ വ്യത്യസ്ത രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, പാനൽ മീറ്റേഴ്സ്. പാനൽ മീറ്റർ ഇലക്ട്രിക്കൽ പാനലുകളിൽ ഉപയോഗിക്കുന്നവയാണിവ. രണ്ട്, എഡ്യൂക്കേഷണൽ ഡെസ്ക് മീറ്റേഴ്സ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള മീറ്റർ. ലാബ് പഠനങ്ങൾക്കായി ഇവയെ ഉപയോഗിക്കുന്നു. മൂന്ന്, പോർട്ടബിൾ മീറ്റേഴ്സ്. പോർട്ടബിൾ മീറ്റേഴ്സ് എന്നാൽ സൗകര്യങ്ങൾക്കനുസരിച്ച് എടുത്തുകൊണ്ട് പോകാവുന്ന തരം മീറ്ററുകളാണിവ. നാല്, ടെസ്റ്റിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. പരിശോധനയ്ക്കും അളവിനുമായിട്ടുള്ള മീറ്റർ. ഉദാഹരണം ഇൻസുലേഷൻ ടെസ്റ്റർ, ക്ലാമ്പ് ഓൺ മീറ്റർ എന്നിവ. Based on the display, meters are classified into. ഡിസ്പ്ലേക്കനുസരിച്ച് മീറ്ററുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, അനലോഗ് മീറ്റർ ആൻഡ് ടു, ഡിജിറ്റൽ മീറ്റർ. ഒന്ന്, അനലോഗ് മീറ്റർ, അതായത് ഡയലും സൂചിയുമുള്ള മീറ്ററുകളാണ് അനലോഗ് മീറ്ററുകൾ. രണ്ട്, ഡിജിറ്റൽ മീറ്റർ. ഡിജിറ്റൽ മീറ്റർ എന്നാൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ അളവുകളെ കാണിക്കുന്നവ. പാനൽ ബോർഡ്സ്. സബ് സ്റ്റേഷനുകളിലുള്ള ഇലക്ട്രിക്കൽ പാനൽ ബോർഡാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവയിൽ പലതരം മീറ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണാം. അതിനാൽ ഇവയെ പാനൽ മീറ്റർ എന്ന് അറിയപ്പെടുന്നു. പാനൽ മീറ്റേഴ്സ്. വിവിധ തരം പാനൽ മീറ്ററുകളെ പരിചയപ്പെടാം. മൂവിംഗ് അയൺ എ സി വോൾട്ട് മീറ്റർ. 0 മുതൽ 500 വോൾട്ട് വരെ അളക്കാവുന്നവ ആണിവ. മൂവിംഗ് അയൺ എ സി അമ്മീറ്റർ. 0 മുതൽ 200 ആംപിയർ വരെ അളക്കാവുന്നതാണിവ. മൂവിംഗ് കോയിൽ ഡി സി വോൾട്ട് മീറ്റർ. 0 മുതൽ 60 വോൾട്ട് വരെ അളക്കാവുന്നവ. മൂവിംഗ് കോയിൽ ഡി സി അമ്മീറ്റർ. 0 മുതൽ 30 ആംപിയർ വരെ അളക്കാവുന്നവ. ഈ മീറ്ററുകളിലെല്ലാം പ്രത്യേകത അവയുടെ പോയിന്ററിൻ്റെ നീക്കം 90 ഡിഗ്രി വരെ മാത്രമാണെന്ന് കാണാനാവും. ഒരു ഇലക്ട്രിക്കൽ പാനലിൽ വ്യത്യസ്ത ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികളെ അളക്കുവാൻ ഉപയോഗിക്കുന്ന പാനൽ മീറ്ററുകളെ പരിചയപ്പെടാം. മൂവിംഗ് കോയിൽ അമ്മീറ്റർ. മുൻപ് കണ്ട മീറ്ററിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ ഡയൽ 240 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ. ഈ മീറ്ററിലും ഡയൽ 240 ഡിഗ്രി വരെ പോയിന്ററുകൾക്ക് ചലിക്കാവുന്നതാണ്. ഈ മീറ്റർ ഉപയോഗിച്ച് 0 മുതൽ 300 വോൾട്ട് വരെ അളക്കാവുന്നതാണ്. മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ. ഈ മീറ്ററിൽ ഉപയോഗിച്ച് നമ്മൾക്ക് 0 മുതൽ 800 വോൾട്ട് വരെ അളക്കാവുന്നതാണ്. സ്കെയിൽ. ഈ മീറ്ററിലും സ്കെയിൽ 240 ഡിഗ്രി വരെ ചലിക്കാവുന്നതാണ്. മൂവിംഗ് കോയിൽ വാട്ട് മീറ്റർ. കിലോ വാട്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് കാണാം. 4 കിലോ വാട്ട് വരെ അളക്കാവുന്ന മീറ്ററാണ് ഈ കാണിച്ചിട്ടുള്ള മീറ്റർ. ഇത് 90 ഡിഗ്രി സ്കെയിലാണ്. മൂവിംഗ് കോയിൽ ഫ്രീക്വൻസി മീറ്റർ. ഇന്ത്യയിൽ
നമ്മൾക്ക് ലഭ്യമായിരിക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയതിനാൽ ഈ മീറ്ററിൻ്റെ ഡയൽ 45 ഹെർട്സിൽ മുതൽ 55 ഹെർട്സ് വരെയാണ് ഉള്ളത്. ഇതും 240 ഡിഗ്രി സ്കെയിൽ ആണ്. റീഡ് ടൈപ്പ് ഫ്രീക്വൻസി മീറ്റർ. ഇത് വൈബ്രേഷൻ ടൈപ്പ് മീറ്റർ ആണ്. സപ്ലൈ ഫ്രീക്വൻസി അളക്കുവാൻ ഉപയോഗിക്കുന്നു. പവർ ഫാക്ടർ മീറ്റർ. കോസ് ഫൈ എന്ന ചിഹ്നം കാണാവുന്നതാണ്. ഐഡിയൽ പവർ ഫാക്ടർ 1 ആയതിനാൽ മീറ്റർ ഡയൽ 0.5 ലീഡും 0.5 ലാഗും കാണിച്ചിരിക്കുന്നു. പോർട്ടബിൾ മീറ്റർ. ഇത്തരം മീറ്ററുകളിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എടുത്തുകൊണ്ടു പോകാവുന്നവയാണ്. അതിനാൽ ഒരു ഹാൻഡിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കാണാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ഡെസ്ക് മീറ്റർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലാബ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വർക്ക് ബെഞ്ചിൽ വയ്ക്കുന്നതിനായി അടിവശം പരന്നിരിക്കുന്നു. ടെസ്റ്റിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മൾട്ടിമീറ്റർ, ഇൻസുലേഷൻ ടെസ്റ്റർ, ക്ലാംപ് ഓൺ മീറ്റർ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. മൾട്ടിമീറ്റർ ഒന്നിൽ കൂടുതൽ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അളക്കുവാൻ ഉപയോഗിക്കുന്നു. കറൻറ്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ചെക്കിംഗ് ഓഫ് കണ്ടിന്യൂറ്റി, ചെക്കിംഗ് ഓഫ് കോമ്പണൻസ് എന്നിവ അളക്കാനാവും. ഇവയെ അവോമീറ്റർ എന്നും അറിയപ്പെടുന്നു. ഇൻസുലേഷൻ ടെസ്റ്റർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുവാൻ ഉപയോഗിക്കുന്നു. ഡയലിൻ്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. മറ്റു മീറ്ററുകളിൽ നിന്നും വ്യത്യസ്തമായി 0 സ്കെയിലിൻ്റെ വലതുഭാഗത്താണ് ഉള്ളത്. ക്ലാംപ് ഓൺ മീറ്റർ, ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലിപ്പ് ഓൺ മീറ്റർ എന്നും അറിയപ്പെടുന്നു. സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാതെ കറണ്ട് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. Integrating instrument. These instruments measure total amount of electricity or energy supplied to the circuit. ഒരു സർക്യൂട്ടിലേക്ക് സപ്ലൈ ചെയ്ത മൊത്തം എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം കിലോ വാട്ട് അവർ മീറ്റർ, ആംപിയർ മീറ്റർ മുതലായവ. എനർജി മീറ്റർ. An energy meter is a device suitable for measuring, indicating, and recording consumption of electricity or any other quantity related to an electrical system. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ കറൻറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെ ഉപഭോഗത്തെ സൂചിപ്പിക്കുവാനും അളക്കുവാനും റെക്കോർഡ് ചെയ്യാനും ഉപയോഗിക്കുന്നു. Basic types of energy meters. Energy meter or watt-hour meter is classified in accordance with several factors such as type of display like analog or digital electrical meter, type of metering point like grid, secondary transmission, primary and local distribution, end application like domestic, commercial and industrial, technical like 3-phase, single phase, ST, LT and accuracy class meters. വ്യത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കി എനർജി മീറ്ററുകളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡിസ്പ്ലേയെ അടിസ്ഥാനമാക്കി അനലോഗ് മീറ്റർ എന്നും ഡിജിറ്റൽ മീറ്റർ എന്നും, ശൃംഖലയെ അടിസ്ഥാനമാക്കി ഗ്രിഡ്, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പ്രൈമറി ട്രാൻസ്മിഷൻ, ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും, ഉപഭോക്താവിനെ അനുസരിച്ച് ഡൊമസ്റ്റിക്, കൊമേഴ്സ്യൽ അല്ലെങ്കിൽ വാണിജ്യം, ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം എന്നും, സാങ്കേതിക വിദ്യക്കനുസരിച്ച് 3-phase, സിംഗിൾ ഫേസ്, ST, LT മീറ്റർ എന്നും തരംതിരിച്ചിരിക്കുന്നു.
ആദ്യം ഉപയോഗിച്ചിരുന്ന എനർജി മീറ്റർ മുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് മീറ്റർ വരെയുള്ള എനർജി മീറ്ററുകളുടെ ശേഖരണമാണ് ചിത്രത്തിൽ കാണുന്നത്. മുൻപുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററാണ് ചിത്രത്തിൽ കാണുന്നത്. മീറ്ററുകളിൽ വൈദ്യുതി മോഷണം സാധ്യമായതിനാൽ സ്റ്റാറ്റിക് മീറ്ററുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഇവയെ സ്മാർട്ട് മീറ്റർ എന്നും അറിയപ്പെടുന്നു. നിലവിൽ വീടുകളിൽ ഉപയോഗിച്ചു വരുന്ന മൾട്ടി ഫങ്ഷൻ എനർജി മീറ്ററാണ് ചിത്രത്തിലുള്ളത്. ഇപ്പോൾ ഡയലിൽ കാണുന്നത് മീറ്റർ റീഡിംഗ് എടുത്ത സമയം, എടുത്ത തീയതി, സപ്ലൈ വോൾട്ടേജ്, ലോഡ് കറന്റ്, പവർ ഫാക്ടർ, പവർ ഇൻ കിലോവാട്ട്, എനർജി കൺസ്യൂംഡ് ഇൻ കിലോവാട്ട് അവർ എന്നിവയാണ്. Recording instrument. This gives a continuous record of quantity being measured over specified period. ഒരു പ്രത്യേക കാലയളവിൽ സർക്യൂട്ടിലൂടെ കടന്നുപോയ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ അളക്കുന്ന ഉപകരണമാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. സബ്സ്റ്റേഷനിലുള്ള റെക്കോർഡിംഗ് വോൾട്ടിമീറ്റർ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു ദിവസത്തിൽ സപ്ലൈ വോൾട്ടേജിലുണ്ടാവുന്ന വ്യതിയാനത്തെ റെക്കോർഡ് ചെയ്യുന്നു. ഹയർ ഓർഡർ തിങ്കിങ്. ഇൻ ദ COVID-19 പാൻഡമിക് സിറ്റുവേഷൻ, to show the solidarity towards our doctors, nurses, health workers, police, fire and rescue officials, the Indian citizens switched off all the lighting loads and lit candle lights on 5/4/2020 at 9 p.m. Due to drop in lighting load, all the load dispatch centers had to increase the frequency to the range 50.14 Hz to 50.21 Hz. This function was managed by KSEB officials at Load Dispatch Center, Kalamassery in our state. നമ്മൾ അഭിമുഖീകരിക്കുന്ന COVID-19 മഹാമാരിയെ തുരത്തുന്നതിനായി ധീരയോദ്ധാക്കളായി പോരാടുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് മുതലായ ഉദ്യോഗസ്ഥരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി രാജ്യം മുഴുവൻ 5/4/2020 രാത്രി 9 മണിക്ക് 9 മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് തിരിതെളിച്ചിരുന്നല്ലോ. ഇതുകൊണ്ടുണ്ടായ പവർ വേരിയേഷനെ അതിജീവിക്കുന്നതിനായി രാജ്യമൊട്ടാകെയുള്ള ലോഡ് ഡെസ്പാച്ച് സെൻറ്ററുകൾ സപ്ലൈ ഫ്രീക്വൻസിയെ 50 ഹെർട്സിൽ കൂടുതൽ ഉയർത്തിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഫ്രീക്വൻസി 50.14 ഹെർട്സ് മുതൽ 50.21 ഹെർട്സ് വരെ പല ലോഡ് ഡെസ്പാച്ച് സെൻറ്ററുകളിലും ഉയർത്തേണ്ടി വന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഈ ദൗത്യം നിർവഹിച്ചത് കളമശ്ശേരി ലോഡ് ഡെസ്പാച്ചിങ് സെൻറ്ററിലെ KSEB ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്ത ഫ്രീക്വൻസി 50.21 ഹെർട്സ് എന്നുള്ളത് നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണാം. സതേൺ റീജിയൻ ലോഡ് ഡെസ്പാച്ചിങ് സെൻറ്ററിൽ റെക്കോർഡ് ചെയ്ത ഫ്രീക്വൻസി 50.14 ഹെർട്സ് എന്നുള്ളതും ചിത്രത്തിൽ കാണാവുന്നതാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ് ഇവയാണ്. 1. മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളും അവയുടെ ഉപയോഗവും ഉൾപ്പെടുന്ന ഒരു ചാർട്ട് തയ്യാറാക്കുക. 2. നിങ്ങളുടെ വീട്ടിലെ എനർജി മീറ്റർ ഡിസ്പ്ലേ പകൽ സമയത്തും പീക്ക് ലോഡ് സമയമായ വൈകുന്നേരത്തും റെക്കോർഡ് ചെയ്യുക.
റെക്കോർഡ് ചെയ്ത വാല്യൂകളെ താരതമ്യം ചെയ്ത് വീഡിയോ സഹിതം നിങ്ങളുടെ അധ്യാപകർക്ക് വാട്സപ്പ് മുഖേന അയച്ചു കൊടുക്കുക. പ്രതിപാദിച്ച കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലായി കാണും എന്നു പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.